എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി, നല്ല ദീനീ നിഷ്ഠയുള്ള, നല്ല സ്വഭാവ മഹിമയുള്ള, അങ്ങനെ നല്ല ഒരു പ്രതിഭയുള്ള പെൺകുട്ടി. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഉപ്പ മരിച്ചുപോയി, ഉമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉമ്മ ചെറിയ ജോലിക്കെല്ലാം പോയിട്ടാണ് ഇവളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവൾക്ക് പലതരത്തിലുള്ള പ്രപ്പോസൽസ് വരുമ്പോ ഇവൾ അതിനൊന്നും സമ്മതിക്കൂല. പ്രപ്പോസലുകളെല്ലാം ഇവൾ ഒഴിവാക്കിയുള്ളൂ. എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി വാങ്ങണം, ഉമ്മയെ സഹായിക്കണം, അതാണ് അവളുടെ ആഗ്രഹം. പക്ഷെ ഒരു ആലോചന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുടുംബത്തിന് ഇഷ്ടപ്പെട്ടു, മാഷന്മാർക്ക് ഇഷ്ടപ്പെട്ടു, അവളുടെ ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അവളെ നിർബന്ധിച്ചു. അങ്ങനെ അവളതിന് സമ്മതിച്ചു. അവൾക്ക് ഇഷ്ടമില്ലാതെ സമ്മതിച്ചു. ഇഷ്ടമല്ല എന്നാണ് ക്ലാസ്സിലുള്ള എല്ലാവരോടും അവൾ പറഞ്ഞത്. അങ്ങനെ ഇഷ്ടമില്ലാതെ കല്യാണം നടന്നു. അവളെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു കത്ത് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു. ആ കത്തിൽ അവൾ പറയുന്നത്, എനിക്കൊട്ടും ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനിതിനെങ്ങനെ സമ്മതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതെന്റെ വലിയൊരു നഷ്ടമായിരുന്നു. കാരണം എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവാണ്, എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളുടെ കത്ത്. എന്ന് പറഞ്ഞാൽ അവൾ സന്തോഷവതിയാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അവൾ ഗർഭിണിയായി. ഇയാൾ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി. റിയാസ് എന്നാണ് അയാളുടെ പേര്. ഗൾഫിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അങ്ങനെ ആ മരണ വാർത്ത അറിഞ്ഞിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കൂട്ടുകാരികളെ കാണുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാനല്ലേ വരുന്നത്, എന്നെ ആശ്വസിപ്പിക്കണ്ട. കനന്തുങ്ങിയ മുഖത്തോടുകൂടി, ഒരു കണ്ണീരണിയാൻ പോലും കഴിയാതെ വിങ്ങുന്ന മനസ്സോടുകൂടി അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കണ്ട. കാരണം എനിക്കറിയാം എന്താ സംഭവിച്ചത്. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചത്. എന്നെ കൊണ്ട് ഒരാളെ എത്ര ഇഷ്ടപ്പെടാൻ കഴിയോ അതിലേറെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതിനേക്കാളേറെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ അടുത്തേക്കാണ് എന്റെ റിയാസ്ക പോയിട്ടുള്ളത്. എല്ലാരും കണ്ടു നിൽക്കെ അവള് കരഞ്ഞിട്ടില്ല, സ്വകാര്യമായിട്ട് കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവള് പൊട്ടിക്കരഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു. അതാ കുട്ടി ജനിച്ച ദിവസം. ആ പിഞ്ചോമനയുടെ മുഖം കണ്ടപ്പോൾ കരഞ്ഞുപോയി. ആ പിഞ്ചോമനയുടെ കൊഞ്ചലും കൗതുകവും കാണാൻ അവളുടെ പ്രിയങ്കരനായ ഉപ്പ ഈ ലോകത്തില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് ആ ഉമ്മ കരഞ്ഞുപോയി. അവൾ ആ കുട്ടിക്കൊരു പേരിട്ടു. പേര് കെൻസ റിയാസ് എന്നായിരുന്നു. കെൻസ എന്ന് പറയുന്ന നിധി എന്നാണ്. റിയാസിന്റെ നിധി. ആ റിയാസിന്റെ നിധിയോടൊപ്പം അവൾ ജീവിതം തുടങ്ങി. പക്ഷെ അള്ളാഹു അതിനുള്ള അനുഗ്രഹം അവൾക്ക് കൊടുത്തില്ല. അവൾക്ക് മാരകമായ അസുഖം വന്നു, ബ്ലഡ് ക്യാൻസർ വന്നു. ബ്ലഡ് ക്യാൻസർ വന്ന് ആശുപത്രി കിടക്കുന്ന സമയത്ത് അവളെ കാണാൻ ചെല്ലുമ്പോൾ അവൾ പറയണത്, എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, എന്റെ കുട്ടിയെ അമ്മാക്ക് നോക്കേണ്ടി വരും, മകൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, കഷ്ടപ്പാടുണ്ട്. അതാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, എന്റെ റിയാസ്കയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് തിരൂരങ്ങാടിക്കാരിയായ നഈമ എന്ന ആ പെൺകുട്ടി മരിച്ചുപോയി. അള്ളാഹു അവളെയും നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ആശുപത്രി കിടക്കയിൽ വെച്ചിട്ട് അങ്ങനെ അവൾക്ക് പറയാൻ കഴിയുന്നത്, ആശുപത്രിയിൽ നിന്ന് കൊടുക്കണ എന്തെങ്കിലും ഒരു മരുന്നുണ്ടല്ലോ. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എല്ലാവരും നമ്മളെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മളെ കുടുംബത്തിലുള്ളവർ, നമ്മളെ സുഹൃത്തുക്കളായ ആളുകൾ, നമ്മുടെ അയൽക്കാരൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ആളുകൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾക്ക് ആശ്വാസം ഉണ്ടാവേണ്ടത് നമ്മൾ കാണാത്ത ഒരാളിൽ നിന്നാണ്. അതാണ് ഇത്. എന്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുടെ കഥ. എക്സാം നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ വരിക, ഉപ്പാക്ക് തീരെ സുഖമില്ലാന്ന്. ഇവള് പറഞ്ഞു, എന്റെ എക്സാം എനിക്ക് മുടക്കാൻ കഴിയില്ല. എക്സാം അന്ന് എഴുതി, പിറ്റേന്ന് എക്സാം എഴുതി, പിറ്റേന്ന് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, ഉപ്പാക്ക് തീരെ സുഖമില്ല, എന്തായാലും വരണം, തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവള് എക്സാം വേഗം എഴുതിയിട്ട് അവള് ഈ കൂട്ടത്തിലുള്ള അവളുടെ സുഹൃത്തുക്കള് എന്ത് ചെയ്യാണ്, ആൺകുട്ടികൾ അവളുടെ ഒരു വണ്ടി വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഒരു ജീപ്പ് വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആ സമയത്ത് അവളുടെ കയ്യിൽ ഒരു കവറുണ്ട്, ഒരു ബാഗുണ്ട്. അപ്പൊ ആരും ചോദിച്ചു, എന്തിനാണ് ഈ ബാഗ് എന്ന് ചോദിച്ചു. വേഗം പോയി വരാനുള്ളതല്ലേ, എന്തിനാ ബാഗ്? അപ്പൊ അവള് പറഞ്ഞു, ഇതിന്റെ നിസ്കാര കുപ്പായാണ്. എന്റെ ഉപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും, അവർക്ക് എന്നോട് പറയാൻ മടിയായിട്ടാണ്. എന്റെ ഉപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഇത് പറഞ്ഞ അവള് ആ വീട്ടിലേക്ക് എത്തിയപ്പോ ആ വീട് നിറയെ ആളുകളായിരുന്നു. അവളുടെ സംശയം ശരിയായിരുന്നു, അവളുടെ ഉപ്പ മരണപ്പെട്ടിരുന്നു. ആ ഉപ്പയ്ക്ക് വേണ്ടി അവളുടെ നിസ്കാര കുപ്പായം അണിഞ്ഞ് കണ്ണുനീരടിഞ്ഞ് പ്രാർത്ഥിച്ച്
അവൾ തിരിച്ചു വന്ന് വീണ്ടും പരീക്ഷ എഴുതി. ഇതെന്താണ്? ഇതിന്റെ പേരാണ് ഈമാൻ. നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ആ കഷ്ടപ്പാടുകളുടെ എല്ലാം ഒടുവിൽ നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്താവണമെന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് നമ്മൾക്ക് വരാനിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ? പ്രസവമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ? ആ കുട്ടിയെ ഒന്ന് കാണലാണ്, അല്ലെ? ഏറ്റവും വലിയ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവുന്നത്.